പെർമിറ്റ് ഇല്ലാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. 2 ബസ്സിലെ 60-ലധികം യാത്രക്കാരെ തമിഴ്നാട് കൃഷ്ണഗിരിയിൽ ഇറക്കിവിട്ടു. ഇന്നലെ രാത്രിയാണ് ബസ്സുകൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെട്ടത്. ഓണത്തിന് നാട്ടിലേക്ക് തിരിച്ച മലയാളി യാത്രക്കാരാണ് പെരുവഴിയിലായത്. അരുൺ പൂപ്പറമ്പ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഇത് ഏത് ബസിന്റെ സർവീസാണ് ഇപ്പോൾ ഇങ്ങനെ പാതി വഴിയിൽ നിർത്തിയിടേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുന്നത്? ഈ യാത്രക്കാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഓണത്തിന് നാട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ്, മലയാളികളാണ്. അവരാണ് ഇപ്പോൾ പകുതി ദൂരം പിന്നിട്ട ശേഷം അവിടെ കുടുങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ബംഗളൂരുവിൽ നിന്ന് ഈ ബസ് പത്തനംതിട്ട അടൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണ്. വിനായക ട്രാവൽസിന്റെ 2 ബസ്സുകളാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. ഈ ബസ് ഇന്നലെ 11 മണിക്ക് ബംഗളൂരുവിലെ മടിവാളയിൽ നിന്ന് പുറപ്പെടുന്നു. അതിനുശേഷം കർണാടക അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ എത്തിയ ഘട്ടത്തിലാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഉണ്ടായത്. ഈ പരിശോധനയിൽ ഈ 2 ബസ്സിനും പെർമിറ്റ് ഇല്ല എന്ന് കണ്ടെത്തുന്നു. അതോടെ MVD ബസ് പിടിച്ചെടുക്കുന്നു. ഈ 2 ബസ്സിലെയും യാത്രക്കാരെ രാത്രി, അതായത് പുലർച്ചെയോടെയാണ് ഈ കൃഷ്ണഗിരിയിൽ വെച്ച് ഇത് പിടികൂടുന്നത്. അവിടെ വെച്ച് ഇറക്കി വിടുന്നു. യാത്രക്കാർ ഈ ബസ് ജീവനക്കാരോടും അതോടൊപ്പം തന്നെ ബസ് ഉടമയെ ഉൾപ്പെടെ വിളിച്ച് പകരം സംവിധാനം ഒരുക്കണം. അതായത് രാത്രി സമയമാണ്, സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്, കുറെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഉണ്ട്, അവർ നാട്ടിലേക്ക് പോകുന്നതാണ്, പകരം സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ രാവിലെ ആയിട്ടും പകരം സംവിധാനം ഒരുക്കാൻ ബസ് ഉടമകൾ തയ്യാറായില്ല. യാത്രക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബസ് ഉടമയോട് സംസാരിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി അവരോട് പകരം സംവിധാനം ഒരുക്കാൻ പറയൂ എന്ന ഒരു മറുപടിയാണ് ഈ ബസ് ഉടമയിൽ നിന്ന് ലഭിച്ചതെന്നാണ് നമുക്ക് യാത്രക്കാരിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം രാവിലെ കഴിഞ്ഞതിന് ശേഷമാണ് തമിഴ്നാട് മോട്ടോർ വകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് കോയമ്പത്തൂർ വരെ ഇവർക്ക് പകരം സംവിധാനം 2 ബസ്സുകൾ ഒരുക്കി നൽകിയത്. നിലവിൽ ഇപ്പോൾ ഈ യാത്രക്കാർ കോയമ്പത്തൂർ ആണുള്ളത് എന്നതാണ് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇനി എന്ത് ചെയ്യണം? മറ്റൊരു സംവിധാനം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി അവർ സ്വന്തമായി നാട്ടിലേക്ക് എത്തണം. അതായത് തൃശൂർ, എറണാകുളം, പത്തനംതിട്ട ഭാഗത്തേക്കൊക്കെ പോകേണ്ട 60-ലധികം യാത്രക്കാരാണ് ഈ 2 ബസ്സുകളിലായി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും പകരം സംവിധാനം ഒരുക്കിയിട്ടില്ല. ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന വിവരം പാലക്കാട് അതിർത്തി കടന്ന് പാലക്കാട് വരെ എത്തിക്കാം എന്ന് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ അധികൃതർ പറഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിനായക ട്രാവൽസിന് അപ്പൊ പെർമിറ്റ് ഇല്ലാതെയാണ് ഇത്രയും നാൾ ഈ സർവീസ് നടക്കുന്നത്. എന്നിട്ട് പോലും ഒരു പകരം സംവിധാനം അവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയിട്ടും അതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണോ ഇപ്പോഴും ഈ വിനായക ട്രാവൽസിന്റെ ഉടമകൾ പെരുമാറുന്നത്? പ്രജിൻ, തീർച്ചയായും അത് തന്നെയാണ് ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഉള്ളത്. അതായത് ഈ സ്വകാര്യ ബസ്സിന് പെർമിറ്റ് ഇല്ലാതെയാണ് ഈ 2 ബസ്സുകളും ഓടിയത് എന്നതാണ് അവിടുത്തെ ഈ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ മനസ്സിലാക്കിയത്. അതിനുശേഷം അങ്ങനെ ബസ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർ വലിയ ടിക്കറ്റ്, നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, ഓണ അവധിക്ക് പോകുന്ന ഘട്ടത്തിൽ ഇരട്ടി നിരക്ക് നൽകിയിട്ടാണ് യാത്രക്കാർ കേരളത്തിലേക്ക് പോകുന്നത്. ഇത്ര വലിയ ചാർജ് നൽകി യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കേണ്ടത് ആ ബസിന്റെ അധികൃതരുടെ അല്ലെങ്കിൽ ആ ബസ് ജീവനക്കാരുടെ ചുമതലയാണ്. അവരോട് സംസാരിക്കുമ്പോൾ അതിന് കൃത്യമായ നടപടി അവർ സ്വീകരിച്ചില്ല. അതിനുശേഷം ബസ് ഉടമയോട് സംസാരിച്ചു, എന്നിട്ടും പകരം സംവിധാനം ഒരുക്കി നൽകിയില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. അത് യാത്രക്കാർ അതിനുശേഷം അവിടെ പോലീസിൽ പരാതി നൽകിയതിനു ശേഷമാണ് അവിടുന്ന് മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയിട്ടുള്ള പകരം സംവിധാനത്തിൽ അവർ കോയമ്പത്തൂർ വരെ എത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും, അതായത് ഇന്നലെ രാത്രി പുറപ്പെട്ട് രാവിലെ 8 മണിയോടെ അടൂരിൽ എത്തേണ്ടതാണ്. അതിലും നേരത്തെ എറണാകുളത്തേക്കും തൃശ്ശൂരിലേക്കും എത്തേണ്ട യാത്രക്കാരാണ്. നമുക്കറിയുന്നത് പോലെ തന്നെ വ്യക്തമാണ് അരുൺ. എന്തായാലും ഓണത്തെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ് രീതിയിൽ ദുരിതം അനുഭവിക്കുന്നത്. ഇപ്പോഴും നാട്ടിലേക്ക് എത്താൻ കേട്ടില്ല, അതിർത്തിയിലെത്തി നിൽക്കുകയാണ്. വലിയ അനാസ്ഥയാണ് ഈ സ്വകാര്യ ബസ് വിനായക ട്രാവൽസ് എന്ന് പറയുന്ന ബസ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. 800-900 രൂപയൊക്കെ സാധാരണഗതിയിൽ വില വരുന്ന ബസ് ടിക്കറ്റ് അത് 3000-4000 ഒക്കെയാണ് യാത്രക്കാർക്ക് വാങ്ങേണ്ടി വരുന്നത് ഈ ഓണ അവധി സമയത്ത്. എന്നിട്ടും ഈ രീതിയിൽ പെർമിറ്റില്ലാ സർവീസ് നടത്തി പെരുവഴിയിലായ യാത്രക്കാരെ അവിടെ തന്നെ വിടുന്ന ഒരു സമീപനം അത് ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദിത്തമില്ലാതെയാണ് ആ രീതിയിൽ ബസ് ഉടമകൾ സംസാരിച്ചത് എന്നുകൂടി യാത്രക്കാർ പറയുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.